ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ഞാനിന്ന് ഇവിടെ എത്തിയിട്ടുള്ളത് നല്ലൊരു അടിപൊളി നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല അടിപൊളി ഒരു സ്നാക്സിൻ്റെ റെസിപ്പിയുമായിട്ട് കേട്ടോ. അതിന് അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട, വെറും രണ്ട് ഇൻഗ്രീഡിയൻസ് മാത്രം മതി. അതായത് പൊട്ടാറ്റോ ബട്ടറും മാത്രം മതി. അപ്പോൾ നമുക്ക് അത് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് പൊട്ടാറ്റോ എടുത്തതിന് ശേഷം അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞതിന് ശേഷം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്യാം. കട്ട് ചെയ്തതിന് ശേഷം നമുക്കതൊന്ന് വേവിച്ചെടുക്കണം. ഒരു 15 മിനിറ്റ് അല്ലെങ്കിൽ ഏറി വന്നാൽ ഒരു 20 മിനിറ്റ് അത്രയും വേവിച്ചാൽ മതി. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അപ്പോൾ നമുക്കതിനൊരു പാൻ വെച്ച് അതിലേക്ക് ഇട്ടെടുക്കാം. അതിനുശേഷം നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചെടുക്കാം. ഇനി നമുക്കൊരു 15 മിനിറ്റോളം നമുക്ക് അതൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഏകദേശം വെന്തിട്ടുണ്ട്. അതൊന്ന് വെള്ളം ഊറ്റിയെടുക്കണം. അതിന് ഞാൻ ഒരു അരിപ്പയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് വേറൊരു അരിപ്പ കേട്ടോ. പക്ഷേ എൻ്റെ അടുത്ത് ഇതേപോലത്തെ ഉള്ളത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, സ്റ്റീലിൻ്റെ ആകുമ്പോൾ കുറച്ചും കൂടെ റഫായിരിക്കുമല്ലോ. അപ്പോൾ അത് അതിലിട്ടിട്ട് നമുക്കൊന്ന് എന്താ പറയുക ഇങ്ങനെ ഒരതിയെടുക്കുമ്പോൾ അതിൻ്റെ അടിയിലേക്ക് നമുക്ക് ഇങ്ങനെ വരും. അപ്പോൾ നമുക്കതിലേക്ക് എന്താ ഇട്ടെടുക്കേണ്ടത്? ബട്ടർ ഇട്ടെടുക്കേണ്ടത്. ഞാൻ 45 ഗ്രാമോളം ബട്ടർ ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ വേണ്ടത് കുറച്ചൊരു ഉപ്പും കൂടി ഇട്ടെടുക്കാം. അതും കൂടി ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് മൂന്നും കൂടെ ഒരത്തിയായിട്ട് ഇതാക്കുമ്പോൾ അതിൻ്റെ അടിയിലേക്ക് ഇങ്ങനെ പോരും. അപ്പോൾ കട്ടയില്ലാതെ കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണത് കേട്ടോ. അല്ലാതെ നമ്മൾ എത്ര കൈയിട്ട് ഉടച്ചു കഴിഞ്ഞാലും അത് ശരിയാവില്ലല്ലോ. അപ്പോൾ ഇതേപോലെ നല്ലൊരു സ്റ്റീലിൻ്റെ ഒരു അരിപ്പാകുമ്പോൾ കുറച്ചും കൂടെ റഫായിട്ടുണ്ടാവും. അപ്പോൾ അതിലിട്ടിട്ടൊന്ന് നല്ലോണം ഒന്ന് വരുത്തി കൊടുത്തു കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് നല്ല സ്മൂത്തായിട്ട് കിട്ടും. കണ്ട, അതുപോലെ കിട്ടിയിട്ടുണ്ട്. അടിയിൽ നിന്നിട്ട് എടുത്തിട്ട് മാറ്റി കൊടുക്കുക. ഇതുപോലെ കിട്ടും. നല്ല ക്രീമി പരുവായിരിക്കും. ബട്ടറും സാൾട്ടും മാത്രമേ ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളൂ. അങ്ങനെ നമുക്ക് എല്ലാതും അങ്ങനെ നമുക്ക് ചെയ്തെടുക്കാം. അടിയിൽ വരുന്നതൊക്കെ തുടച്ച് ഇങ്ങോട്ട് എടുക്കാം. പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടെ കാണുന്ന കുഞ്ഞ് ബെല്ലൈക്കൺ കൊണ്ടൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ 3 ഓപ്ഷൻ വരെ അതിന് മുകളിൽ ഓളൊന്ന് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് അപ്പോഴേക്കപ്പം കിട്ടുന്നതാണ്. ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നിങ്ങൾ മറക്കരുത്. നിങ്ങളുടെ സപ്പോർട്ടല്ലേ നമ്മുടെ വിജയം. വ്യൂസൊക്കെ ഇപ്പോൾ വളരെ കുറവാണ്. എത്ര എന്താണെന്നറിയില്ല. ആദ്യമൊക്കെ എന്ന് പറഞ്ഞാൽ കുറച്ചെങ്കിലും വ്യൂസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ തീരില്ല. ഫസ്റ്റ് ടൈം ഞാൻ ചാനൽ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഡെയിലി ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് അത്യാവശ്യം വ്യൂസും ഉണ്ടായിരുന്നു. പിന്നെ അങ്ങനെ ഓരോരോ കാരണങ്ങൾ കാരണം മടിയും പിടിച്ചു. പിന്നെ വീട് പണി അങ്ങനെ ഒരുപാട് കാരണങ്ങളാൽ എനിക്ക് അത് മുടങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി എന്നും ഡെയിലി ഇടണമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളും കൂടെ സപ്പോർട്ട് വേണം. നിങ്ങളിത് കണ്ടു കഴിഞ്ഞാലേ നമുക്കൊരു പോസിറ്റീവ് എനർജി ഉണ്ടാകുള്ളൂ. അപ്പോൾ നിങ്ങളും കൂടെ എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇതെല്ലാം ഞാൻ അതിൽ വന്ന് തുടച്ചെടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് നമുക്ക് സ്മാഷ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്കതൊരു നോസിൽ വെച്ചിട്ട് പൈപ്പിംഗ് ബാഗിലേക്ക് ഇട്ടെടുക്കാം. അതിനുശേഷം നമുക്ക് അത് ഒരു ട്രേ വെച്ചിട്ട് ആ ട്രേയിലേക്ക് നമുക്കൊന്ന് ഒരു ചിത്രം വരച്ചെടുക്കാം. ഒരു ബട്ടർ പേപ്പർ ആദ്യം വെക്കുക. അതിനുശേഷം നമുക്ക് നോസിൽ വെച്ചിട്ട് നമ്മൾ കേക്കിലൊക്കെ വർക്ക് ചെയ്യണത് പോലെ തന്നെ ചെയ്തെടുക്കാം. അങ്ങനെ നമുക്ക് എല്ലാം അതുപോലെ ചെയ്തെടുക്കാം. അതിനുശേഷം 200 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത ഓവനിലേക്ക് ഒരു 40 മിനിറ്റ് ഞാൻ വെക്കണമെന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിന് അത് റെഡി ആയിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ ഓവനിൽ ഇതാ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ ഒക്കെ ഒന്ന് റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റാണ്. മാത്രമല്ല നല്ല ഹെൽത്തിയാണ് കേട്ടോ. ജിമ്മിനൊക്കെ പോണ കുട്ടികൾക്ക് കഴിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി സ്നാക്സാണ്. ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.